RSS പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല എന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിന്നതോടെ നിലപാട് കടുപ്പിച്ച സർക്കാർ. ഗവർണർ തിരുത്തിയില്ലെങ്കിൽ ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് മന്ത്രിമാരും പ്രഖ്യാപിച്ചു. വിവാദത്തിൽ പുതിയ ക്യാമ്പയിനുമായി CPIയും രംഗത്തെത്തി. ഇതോടെ സർക്കാർ ഗവർണർ പ്രത്യയശാസ്ത്ര പോരിന് രൂപം കൊണ്ടു. ഗവർണറുടെ വഴിക്ക് നടക്കാൻ തങ്ങളില്ലെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. ഭരണഘടന അനുസരിച്ചു പെരുമാറണമെന്നാണ് ഗവർണർക്കു മുന്നിൽ സർക്കാർ വയ്ക്കുന്ന നിർദ്ദേശം. അതിന് ഗവർണർ നിലപാട് തിരുത്തണമെന്ന് പരസ്യമായി ആവർത്തിക്കുകയാണ് മന്ത്രിമാർ. അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇത് ഒരു ഗവർണർ എന്ന നിലയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ മൂല്യങ്ങളുടെ കാവലാളായി നിൽക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഉത്തരവാദിത്വത്തെ ബലി കൊടുക്കാൻ ഗവർണർ നിശ്ചയിച്ചാൽ അത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഗവർണർ പ്രവർത്തിക്കണമെന്ന് CPIയും ആവശ്യപ്പെട്ടു. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ആ ഭരണഘടനാ പദവി അനുസരിച്ച് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് സാധാരണ കീഴ്വഴക്കവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഗവർണർക്ക് വ്യത്യസ്തമായ ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം അതാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാളെ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടുള്ള ക്യാമ്പയിന് CPI തുടക്കം കുറിക്കും. ഭാരതമാതാവിന്റെ പ്രതീകം ദേശീയ പതാകയാണെന്ന ആശയം ഉയർത്തിപ്പിടിക്കാനാണ് CPIയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.